ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് ചെയ്തതാണ്. റെഫറൻസ് പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇതൊരു കൊറിയൻ മോഡൽ ഡ്രസ്സ് ആയിരിക്കണം. അപ്പോൾ ഞാനത് നമ്മുടെ സ്വന്തം ട്രഡീഷണൽ വെയറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ടുള്ള വിഷുക്കോടിയായിട്ട് ചെയ്തെടുത്ത ഒരു ഡ്രസ്സാണ്. അപ്പം ഞാൻ ഓൾറെഡി ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. റെഫറൻസ് പിക്കിൽ കാണിച്ച ആ ഒരു മോഡലാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ കട്ടിംഗ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അതൊക്കെ മുന്നേയിലെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ബാക്ക് പാർട്ടാണ്. ബാക്കിൽ ഡയമണ്ട് ഷേപ്പ് വരുന്ന ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമുക്കൊരു പാർട്ടീഷൻ പോലെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേപ്പർ പാറ്റേണും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് അത് ചെയ്തെടുക്കാം. ഈ പാറ്റേണിൽ ലെഫ്റ്റ് സൈഡ് അജ്രക്കിൻ്റെ മെറ്റീരിയലും റൈറ്റ് സൈഡിൽ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലും കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അജ്രക്കിൻ്റെ മെറ്റീരിയൽ 90 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത ആ പാറ്റേണിൽ ലെഫ്റ്റ് സൈഡിലെ നെക്കിൽ നിന്ന് 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് ടിഷ്യൂവിൻ്റെ കുറച്ച് ഒരു വലിയ പ്ലീറ്റ് പോലെ ചെയ്തെടുക്കാനുള്ളത്. ഈ ഒരു ലെഫ്റ്റ് സൈഡും പിന്നെ ബാക്ക് ഫുള്ളായിട്ടും ഈ അജ്രക്ക് മെറ്റീരിയലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു അളവിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ആ ഒരു പ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഡ്രാപ്പിംഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് പ്ലീറ്റ് വരുന്ന രീതിക്കാണ് ആ ഒരു പിക്കിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലീറ്റ് ഏതൊക്കെ ലെവലിൽ വരണം എന്നുള്ള രീതിക്ക് ഞാൻ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. ആ ലൈനിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് പ്ലീറ്റ് വന്ന് നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ ഒരു പ്ലീറ്റ് കുറച്ച് വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേപ്പർ പാറ്റേണിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് നമുക്കൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പ്ലീറ്റിനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ എക്സ്ട്രാ വന്ന തുണിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കട്ടിങ് വന്ന ആ ഒരു ഭാഗത്ത് മറ്റേ പീസ് ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ട് അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗത്ത് വെക്കാനുള്ള ആ ഒരു പീസും ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ജോയിൻ ചെയ്യേണ്ട ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ 2 ഭാഗവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുകളിൽ പ്രസ് സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ് ഉൾവശത്തേക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്ത് ലൈനിങ് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കണം എന്നുണ്ട്. ആ ഒരു റെഫറൻസ് പിക്കിൽ അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ആ ഭാഗത്ത് കുറച്ച് നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഡോറി ഒന്നും ചെയ്തെടുക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോയും അതിനൊരു ഹാങ്ങിങ്ങും പോലെയാണ് കൊടുക്കുന്നത്. പിന്നെ കഴുത്തിന് ചെറിയൊരു ഫ്രിൽസോ മറ്റോ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ബാക്ക് വശം റെഡിയാക്കി എടുക്കാം. ബാക്ക് വശം എന്താ ഇതുപോലെ തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ആ ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് എന്നതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ് ഉൾവശത്തേക്ക് ഇട്ട് കൊടുത്ത് നേരത്തെ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ബാക്ക് നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തു. അവിടെ ഞാനൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കുടുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പടി വെച്ച് കൊടുക്കണം. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നോർമലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതാ ഹുക്ക് വെക്കാനുള്ള പടിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഈ ഒരു ഭാഗത്തിന് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് സ്ലീവ് വെച്ച് കൊടുക്കണം. ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ തുണിയുടെ വീതി ലാസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗം നമുക്ക് പ്ലീറ്റ് ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്ലീവിൻ്റെ താഴെ അജ്രക്കിൻ്റെ ഒരു ബോർഡറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ സ്ലീവ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ജോയിൻ ചെയ്ത് താഴെ ഭാഗം കൂടി ഒന്ന് മടക്കി അടിച്ചാൽ നമ്മുടെ ടോപ്പ് റെഡിയായി. അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് അത്രേ. ആ ചെറിയ ബോയിൻ്റെ അവിടെ ഒരു ഹാങ്ങിങ് പോലെ കൊടുക്കണം. പിന്നെ ബാക്കിൽ കുടുക്കൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടുന്നത് 26 ഇഞ്ചാണ്. 2 ഇഞ്ച് ബാൻഡ് വെക്കുന്നത് കൊണ്ട് 24 ഇഞ്ചാണ് പ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള തുണി ഞാൻ 3 മീറ്റർ തുണിയായിരുന്നു വാങ്ങിയിരുന്നത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള തുണിയിലൊക്കെ പ്ലീറ്റ് ഇട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം ബാൻഡിൻ്റെ അവിടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അരവണ്ണത്തിൻ്റെ കൂടെ ഞാനൊരു അരവണ്ണത്തിൻ്റെ 4 ഭാഗം എടുത്തിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ചോ 5 ഇഞ്ചോ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എലാസ്റ്റിക് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ എലാസ്റ്റിക് 3/4 ഇഞ്ചിൻ്റെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാൻഡിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ആ ബാൻഡിന് വരുന്ന രീതിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരേപോലെയുള്ള പ്ലീറ്റ് കിട്ടാനായിട്ട് ആദ്യം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം 1.5 ഇഞ്ച് പ്ലീറ്റിൻ്റെ ആ ഒരു വിഡ്ത്തും പിന്നെ പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് വരേണ്ട തുണീൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച്, അങ്ങനെ 1.5 ഇഞ്ച് 4 ഇഞ്ച് 1.5 4 അങ്ങനെ ഇടവിട്ട് മാർക്ക് ചെയ്തിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞ് മാത്രം പോകുന്നത്. അപ്പോൾ പ്ലീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ നമ്മുടെ സ്കേർട്ട് കാണാൻ നല്ല ഭംഗിയിലുണ്ടാവുള്ളൂ. സ്കേർട്ടിൻ്റെ താഴെ ബോർഡർ കൊടുക്കാനായിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 സൈഡും മടക്കിയിട്ടൊക്കെ വരുമ്പോഴേക്കും 2 ഇഞ്ച് വീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഞാൻ മെയിനായിട്ട് നോക്കിയത് ആ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ്. സ്കേർട്ടൊക്കെ ഞാൻ 2-3 എണ്ണം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാത്തത്. ഇനി ഇതിന് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. ലൈനിങ്ങും നമുക്ക് ചെറിയ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ചതിന് ശേഷം 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്യുമ്പം
ആദ്യത്തെ ഒരു 2 ഇഞ്ച് മാത്രം ലൈനിങ്ങും നല്ല തുണിയും കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷം നല്ല തുണി മാത്രം പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം അത് മാറ്റി പിടിച്ചിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ബാൻഡും ഇതുപോലെ ആ ഒരു പ്ലേറ്റ് ഇട്ടതിന് കണക്കായിട്ട് വരുന്ന രീതിക്ക് തന്നെ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ സ്കേർട്ടിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മുടെ ബാൻഡിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാൻഡ് സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാനായിട്ട് ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയൊരു ഗ്യാപ്പ് എലാസ്റ്റിക് കയറ്റി കൊടുക്കാനായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിറ്റേക്ക് കൂടെ നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് അരവണ്ണത്തിനേക്കാളും 1-2 ഇഞ്ച് കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് തിരിഞ്ഞൊന്നും പോകാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം. അത് നല്ല ബലത്തിൽ തന്നെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആ വിട്ട ഒരു ഗ്യാപ്പും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്കേർട്ടും ടോപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെയാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഹാൻഡ് വർക്ക് കൊടുക്കണം എന്ന് എനിക്ക് ആശയുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.